യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സഞ്ചരിക്കാൻ തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനം. തൃശൂർ ഡെപ്യൂട്ടി മേയർ ഇ പ്രസാദിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഞ്ചാരം. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ കായിക മന്ത്രി ഒ ജെ ജനീഷ് രാമനിലയത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം നടത്തേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം രാവിലെ രാമനിലയത്തിൽ വെച്ച് മദ്യനയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒ ജെ ജനീഷിനെ സന്ദർശിക്കാനാണ് ഡെപ്യൂട്ടി മേയർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ രാമനിലയത്തിൽ രാവിലെ എത്തിയത്. അതിനുശേഷം ഈ മാധ്യമങ്ങളെ പ്രതികരിച്ചതിന് ശേഷം ഒ ജെ ജനീഷിന്റെ വാഹനത്തിൽ ഡെപ്യൂട്ടി മേയർ കയറി പോവുകയും ചെയ്തു ഈ ഗോപുര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാനായി. ആ സമയത്താണ് ഡെപ്യൂട്ടി മേയറുടെ വാഹനം ഈ രാമനിലയത്തിന് മുന്നിൽ കിടന്നിരുന്നത്. ആ സമയത്താണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വാഹനത്തിലേക്ക് കയറി അവിടേക്ക് ഈ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് യാത്ര തുടരാനായി കയറിയത്. ഈ സമയത്ത് മാധ്യമങ്ങൾ ഈ ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ ഈ ഡെപ്യൂട്ടി മേയറുടെ ബോർഡ് മറയ്ക്കുകയും ചെയ്തു. മറച്ചതിന് ശേഷമാണ് പിന്നീട് ആ വാഹനം യാത്ര അങ്ങോട്ടേക്ക്, അതായത് ഈ ഗോപുരം സമർപ്പണ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് യാത്ര തുടർന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഡെപ്യൂട്ടി മേയറുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കളുടെയോ ആരുടെയും പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ സംഭവം വാർത്തയായതിനു ശേഷം ഈ വിഷയത്തിൽ പ്രതികരണം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉള്ളത്. കാർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.